കാക്കക്കൂട്ടിലെ കുയിൽക്കുഞ്ഞ്. കുയിലിൻ്റെ കുഞ്ഞിനെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മളൊരു കഥ പിടിച്ചിട്ടുണ്ട്. കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിടുമെന്ന്. കള്ളക്കുയിലിന് കൂട് കൂട്ടാൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ് കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത്. അങ്ങനെ കാക്കയിന് അടയിരുന്ന് വിരിഞ്ഞ് ഒരു കുഞ്ഞി പക്ഷി ഉണ്ടാകുന്നു. അങ്ങനെ ഇന്നലെ വൈകിട്ട് ടെറസിൽ നിൽക്കുമ്പോഴാണ് വീടിൻ്റെ പ്ലാവിലൊരു കാക്കക്കൂട്. എന്നാൽ പിന്നെ ഈ കഥ സത്യമാണെന്നറിയാൻ ഒന്ന് നോക്കണമല്ലോ. ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൂട്ടിലെ കാക്ക പറന്നു കൊണ്ടത് നോക്കിയിരുന്നു. എന്നിട്ട് പതിയെ കാക്കക്കൂട് ലക്ഷ്യം വെച്ച് ഏണിയൊക്കെ എടുത്ത് പ്ലാവിൽ കയറി. എന്തായാലും സത്യമായി. ഒരു കാക്കക്കൂട്ടിൽ കുയില് മുട്ടയിട്ട് താണ്ടി ഒരു കുഞ്ഞ് വിരിഞ്ഞിരിക്കുന്നു. എന്നാൽ കാക്കയുടെ കുഞ്ഞ് ഇച്ചിരി പതിയാന്നൊന്നും വിരിഞ്ഞത്. അതിന് പപ്പും പൊടിയൊക്കെ വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ കുഞ്ഞിനെ ഞാനിങ്ങനെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാക്ക എന്തായാലും കണ്ടാൽ എന്നെ കൊത്തിപ്പറിക്കുന്നുള്ളത് ഉറപ്പാണ്. കുഞ്ഞിലെ കുറേ കാക്കയുടെ കൊത്തും മാന്തമൊക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഒരനുഭവം എനിക്കുണ്ടേ. എന്നാലും ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങെടുത്തു. നമുക്കൊന്ന് നോക്കണമല്ലോ എങ്ങനെ ഈ കുഞ്ഞ് വലുതാവണേന്ന്. അങ്ങനെ ഏതാണ്ട് ഞാൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പതിയെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇതിനെ സുരക്ഷിതമായിട്ടൊരു കൂട്ടിലാക്കണം. അതിനു മുന്നേ നമുക്കിന്ന് എന്തെങ്കിലും ഇന്ന് തിന്നാൻ കൊടുക്കണമല്ലോ. ഈ കാക്ക എന്താ ഇതിന് കൊടുക്കണേന്ന് നമുക്കറിയത്തില്ല. എന്നിരുന്നാലും എൻ്റെ അമ്മ എന്നെ കൈ കിട്ടിയപ്പോൾ തൊട്ട് പാലും പഴമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ ദിനോസറിൻ്റെ കുഞ്ഞിനെ കിട്ടിയാലും അമ്മമാർക്ക് തൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ പ്രിയം അതിനോടായിരിക്കും. അതിനെ എങ്ങനെയെങ്കിലും ഇണക്കിയും മെരുക്കിയും എടുക്കും. അതുകൊണ്ട് അമ്മ കഷ്ടപ്പെട്ടിട്ടായാലും കുറച്ച് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. പഴം എന്തോ അതിന് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്നാലും കുറച്ച് ചോറ് കൂടി കൊടുത്തപ്പം ചോറും പാലും കൂടി കൂട്ടി കഴിക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ രാവിലെ ഉച്ചയ്ക്കും ഇച്ചിരി ചോറും ഇച്ചിരി പാലും കൂടി കൊടുത്തപ്പോൾ അതും ഒന്ന് ഉഷാറായി. പറക്കാറായിട്ടില്ല, എന്നാലും